നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ ഏറെക്കാലമായി പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തങ്ങളുടെ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയതും നിർണായകവുമായ നീക്കമെന്നോണം മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് ലോക്കറുകളിൽ കേന്ദ്ര ഏജൻസികൾ വിശദമായ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. തിരുവനന്തപുരം MG റോഡിലെ HDFC ബാങ്ക് ശാഖയിലാണ് ഈ അടിയന്തര പരിശോധന നടക്കുന്നത്. ഈ ബാങ്ക് ലോക്കർ തുറന്നുള്ള പരിശോധനയിലൂടെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിർണായക വിവരങ്ങളോ രേഖകളോ കണ്ടെത്താൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അന്വേഷണം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ ആസൂത്രിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ബാങ്ക് ലോക്കർ പരിശോധനകൾക്ക് ഒപ്പം തന്നെ ഈ കേസിന്റെ അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ചില പ്രധാന വിവരങ്ങളും രേഖകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭ്യമാകുവാൻ പോവുകയാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അഥവാ SFIO കോടതിയിൽ ഹാജരാക്കിയിരുന്ന അതീവ സുപ്രധാനമായ രേഖകളാണ് PMLA കോടതി വഴി ഇന്ന് EDക്ക് ലഭിക്കാൻ പോകുന്നത്. വീണ ടിയും കരിമണൽ കമ്പനിയായ CMRLും തമ്മിൽ ഒപ്പുവെച്ച വിവാദമായ IT കരാറുകൾ, വീണയുടെ വ്യക്തിപരവും ബിസിനസ് സംബന്ധവുമായ ആദായ നികുതി റിട്ടേണുകൾ എന്നിവയുൾപ്പെടെ 134ഓളം രേഖകളാണ് EDയുടെ കൈകളിലേക്ക് ഇന്ന് എത്തുന്നത്. മുൻപ് കോടതി ഉത്തരവ് പ്രകാരം ഈ രേഖകൾ കഴിഞ്ഞ ദിവസം തന്നെ ലഭ്യമാകുമെന്നാണ് അറിയിച്ചിരുന്നത്. എങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ SFIO ഇവ കൈമാറാൻ വൈകുകയായിരുന്നു. ഇതേ തുടർന്നാണ് രേഖകളുടെ കൈമാറ്റം ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. ഈ സുപ്രധാന രേഖകൾ കൂടി ഔദ്യോഗികമായി ലഭിക്കുന്നതോടെ അന്വേഷണ സംഘത്തിന് കേസിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ചും ഇടപാടുകളുടെ സുതാര്യതയെക്കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. ലഭ്യമാകുന്ന പുതിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ കേസിലെ പ്രതിപട്ടികയിലുള്ള വീണ ടിയെ ഉൾപ്പെടെയുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിലേക്കും മറ്റ് കടുത്ത തുടർ നടപടികളിലേക്കും കടക്കാനാണ് ED ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. ഇതിനോടകം തന്നെ കൊച്ചിയിലെ ED ഓഫീസിൽ വീണയെ വിളിച്ചു വരുത്തി മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം 8 മണിക്കൂറിലധികം നീണ്ടുനിന്ന മാരത്തൺ ചോദ്യം ചെയ്യലിനാണ് വീണ വിധേയയായത്. കരിമണൽ കമ്പനിയിൽ നിന്നും എക്സാലോജിക് കമ്പനിക്ക് ലഭിച്ച പണത്തിന്റെ സ്രോതസ്സും അതിന് പകരമായി നൽകിയ സേവനങ്ങളും എന്തൊക്കെയായിരുന്നു എന്നതിനെക്കുറിച്ചാണ് പ്രധാനമായും ചോദിച്ചറിഞ്ഞത്. ഈ ചോദ്യം ചെയ്യലിൽ വീണ നൽകിയ മൊഴികളും മറുപടികളും നിലവിൽ ED ഉദ്യോഗസ്ഥർ വിശദമായി പരിശോധിച്ച് വരികയാണ്. ഈ മറുപടികളിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളോ അസ്വാഭാവികതയും ഉണ്ടോ എന്ന് പരിശോധിച്ച ശേഷമായിരിക്കും അടുത്ത ഘട്ട ചോദ്യം ചെയ്യലിനായി വീണയെ വീണ്ടും വിളിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക. പുതിയ 134 രേഖകളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി മുൻപിൽ വെച്ച് വീണയെ ചോദ്യം ചെയ്യുന്നത് കേസിലെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. കേസിലെ പ്രധാന ആരോപണം രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് യാതൊരു സേവനവും നൽകാതെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റി എന്നതാണ്. കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കമ്പനിയായ CMRLൽ നിന്ന് എക്സാലോജിക് എന്ന IT കമ്പനിക്ക് മാസപ്പടിയായി വൻതുക ലഭിച്ചുവെന്ന കണ്ടെത്തലാണ് വലിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. എന്നാൽ ഈ തുക കൃത്യമായ ബിസിനസ് കരാറിന്റെ അടിസ്ഥാനത്തിൽ IT സേവനങ്ങൾ നൽകിയതിന് ലഭിച്ച പ്രതിഫലമാണ് എന്നാണ് എക്സാലോജിക്കിന്റെയും പിണറായി വിജയനെ അനുകൂലിക്കുന്നവരുടെയും വാദം. ഈ വാദങ്ങളുടെ നിജസ്ഥിതി പരിശോധിക്കാനാണ് കേന്ദ്ര ഏജൻസികളായ EDയും SFIയും സംയുക്തമായി ശ്രമിക്കുന്നത്. 2 കേന്ദ്ര ഏജൻസികളും ഒരേ സമയം അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത് പ്രതിസ്ഥാനത്തുള്ളവരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ബാങ്ക് ലോക്കർ പരിശോധനയും പുതിയ രേഖകളുടെ വിശകലനവും പൂർത്തിയാക്കുന്നതോടെ വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുമെന്നത് ഉറപ്പായ കാര്യമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.